തൃശൂർ നഗരത്തിലെ ചൂടിന് ഉച്ചയാകുമ്പോഴേക്കും സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാഠിന്യമുണ്ടായിരുന്നു. അശ്വിൻ തൻ്റെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സൈഡ് ബോക്സുകൾ മുറുക്കുന്ന തിരക്കിലായിരുന്നു. വിയർപ്പിൽ കുതിർന്ന ടീഷർട്ട് പുറകിലെ വെയിലിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. സിദ്ധാർത്ഥ് തൻ്റെ ചെറിയ ബാഗുമായി ഗേറ്റിനടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് പതിവുള്ള ആ ഒരു ചെറിയ പേടി കലർന്ന ആകാംക്ഷയുണ്ട്. അശ്വിനെ, ഈ സമയത്ത് പോകണോ? നെല്ലിയാമ്പതിയിൽ വൈകുന്നേരം മഞ്ഞുകൂടും. കാട്ടിലെ വഴിയല്ലേ? സിദ്ധാർത്ഥ് മെല്ലെ ചോദിച്ചു. അശ്വിൻ ഒന്ന് ചിരിച്ചു. ഡാ, ഈ മഞ്ഞും കാറ്റും ആസ്വദിക്കാനല്ലേ നമ്മൾ പോകുന്നത്. പിന്നെ ഹിമാലയൻ കയ്യിലുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത്? നീ കയറ്. അവർ യാത്ര തിരിച്ചു. പാലക്കാട് ഹൈവേയിലൂടെയുള്ള യാത്ര ബോറടിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ നെന്മാറ കഴിഞ്ഞതോടെ ഭൂപ്രകൃതി മാറിത്തുടങ്ങി. ചുരം തുടങ്ങുന്നതിനു മുമ്പുള്ള ചെറിയ ടൗണുകളിൽ ജനത്തിരക്കുണ്ടായിരുന്നു. വശങ്ങളിൽ പച്ചപ്പും റബ്ബർ തോട്ടങ്ങളും നിരന്നു. പോത്തുണ്ടി ഡാമിനടുത്തുള്ള ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അശ്വിൻ വണ്ടി നിർത്തി. വായുവിലൊരു തണുപ്പ് കലർന്നു തുടങ്ങിയിരുന്നു. ചുരം കയറി തുടങ്ങിയപ്പോൾ കാടിൻ്റെ മണം അവരെ പൊതിഞ്ഞു. ഉണങ്ങിയ ഇലകളുടെയും ഈർപ്പമുള്ള മണ്ണിൻ്റെയും ഒരു സമ്മിശ്ര ഗന്ധം. 10ാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞപ്പോൾ മഞ്ഞ് സാവധാനം ഇറങ്ങിത്തുടങ്ങി. അപ്രതീക്ഷിതമായി വന്ന ഒരു മഞ്ഞുകണം സിദ്ധാർത്ഥിൻ്റെ തോളിൽ വീണു. അവൻ ചുറ്റും നോക്കി. കാട് നിശബ്ദമാണ്. ഇടയ്ക്കിടെ മാത്രം കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദം. അശ്വിൻ, വണ്ടി ഒന്ന് നിർത്താമോ? നല്ല ദാഹം, സിദ്ധാർത്ഥ് പറഞ്ഞു. വഴിയിൽ കുറച്ചു ദൂരെയായി ഒരു ചെറിയ ചായക്കട കണ്ടു. മരം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മേൽക്കൂരയിൽ ടർപ്പോളിൻ വിരിച്ച ഒരു ചെറിയ കൂര. അവിടെ ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവരെ കണ്ടപ്പോൾ ഒന്ന് തലയാട്ടി. അശ്വിൻ വണ്ടി സ്റ്റാൻഡ് ഇട്ടു. എഞ്ചിൻ്റെ ചൂട് വായുവിൽ പടർന്നു. 2 ചായ, അശ്വിൻ പറഞ്ഞു. ആ വൃദ്ധൻ ഒന്നും മിണ്ടാതെ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അയാളുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കടയ്ക്കുള്ളിലെ കാഴ്ചകൾ ശ്രദ്ധിച്ചു. പഴയ ചില ഫോട്ടോകൾ, കരിപിടിച്ച ഭിത്തികൾ. ഒരറ്റത്ത് ഒരു പഴയ കുട ചാരി വച്ചിരിക്കുന്നു. എവിടെയാ താമസം? ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. അയാളുടെ ശബ്ദം ഒരു പഴയ മരച്ചില്ല ഉരസുന്നതുപോലെ തോന്നി. സീതാർകുണ്ടിനടുത്ത് ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, അശ്വിൻ മറുപടി നൽകി. വൃദ്ധനൊന്നു മൂളി. എന്നിട്ട് പുറത്തെ മഞ്ഞിലേക്ക് നോക്കി പറഞ്ഞു. മഞ്ഞിത്തവണ നേരത്തെ ഇറങ്ങി. 6 മണിക്ക് മുമ്പ് അകത്ത് കയറിക്കോണം. വഴിയിൽ വെളിച്ചം കുറവാണ്. ചിലപ്പോൾ കാഴ്ചകൾ തെറ്റും. കാഴ്ചകൾ തെറ്റുമോ? അതെന്താ? സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. നമ്മൾ കാണുന്നതാകണമെന്നില്ല അവിടെയുള്ളത്. ഈ മഞ്ഞിന് ഒരു സ്വഭാവമുണ്ട്. അത് പഴയ കാര്യങ്ങളെ മറച്ചു പിടിക്കും. ചിലപ്പോൾ ഇല്ലാത്തതിനെ കാണിക്കും. അശ്വിൻ അതൊരു തമാശയായി കണ്ടു ചിരിച്ചു. അവർ ചായ കുടിച്ച് യാത്ര തുടർന്നു. പക്ഷേ സിദ്ധാർത്ഥിന് ആ വൃദ്ധൻ്റെ കണ്ണുകൾ ഓർമ്മ വന്നു. വെളുത്ത നിറമുള്ള കൃഷ്ണമണി വല്ലാതെ ചുരുങ്ങിയ കണ്ണുകൾ. വണ്ടി മുന്നോട്ട് നീങ്ങുന്തോറും മഞ്ഞ് കനത്തു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടി ചിതറിപ്പോകുന്നു. വഴിയിലെ സൂചനാ ബോർഡുകൾ പോലും കാണാൻ പ്രയാസമായി. പെട്ടെന്ന് വഴിയരികിൽ ഒരാൾ നിൽക്കുന്നതുപോലെ അശ്വിന് തോന്നി. ഒരു വെളുത്ത വസ്ത്രം ധരിച്ച രൂപം. അവൻ വേഗത കുറച്ചു. പക്ഷേ അടുത്തുകൂടി കടന്നുപോയപ്പോൾ കണ്ടത് വെറുമൊരു കരിമ്പനയുടെ ഉണങ്ങിയ ഓലയായിരുന്നു. നീ കണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. എന്ത്? അല്ല, ഒരാൾ നിന്നതുപോലെ. അത് വെറും തോന്നലാടാ, മഞ്ഞല്ലേ. അവർ ഹോം സ്റ്റേയിലെത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. ഒരു വലിയ പ്ലാന്റേഷൻ ബംഗ്ലാവാണത്. ചുറ്റും കാപ്പിത്തോട്ടങ്ങൾ. മുറ്റത്ത് ഒരൊറ്റ ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. കെയർടേക്കർ വർക്കി അവരെ സ്വീകരിച്ചു. പ്രായമായ ഒരാളാണെങ്കിലും അയാൾ വല്ലാതെ ഉഷാറായിരുന്നു. സാറുമാർക്ക് ഭക്ഷണം റെഡിയാണ്, റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പുറകിലെ ഷെഡിലുണ്ടാകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ ജനലുകൾ രാത്രി തുറന്നിടരുത്, കാറ്റ് നല്ലവണ്ണം വീശും, വർക്കി പറഞ്ഞു. അശ്വിനും സിദ്ധാർത്ഥും വലിയൊരു മുറിയിലായിരുന്നു. തടി കൊണ്ട് നിർമ്മിച്ച തറയും ഉയരമുള്ള മേൽക്കൂരയും. മുറിക്കുള്ളിൽ വല്ലാത്തൊരു തണുപ്പായിരുന്നു. പുതപ്പിനുള്ളിലിരുന്നിട്ടും സിദ്ധാർത്ഥിന് വിറയൽ മാറുന്നില്ല. അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞ് ജനൽ ചില്ലുകളെ പൊതിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ആ ജനൽ ചില്ലിൽ ഒരു വിരൽപ്പാട് തെളിഞ്ഞു. ആരോ പുറത്തുനിന്ന് തൊട്ടതുപോലെ. മഞ്ഞിലമർന്ന ഒരു കൈപ്പത്തിയുടെ അടയാളം. സിദ്ധാർത്ഥ് അശ്വിനെ വിളിച്ചു. ഡാ അശ്വിനെ, ഇത് നോക്കിയേ.
അശ്വിൻ അടുത്തു വന്ന് നോക്കി. ഇത് വർക്കി ചേട്ടൻ ജനൽ അടയ്ക്കുമ്പോൾ ഉണ്ടായതാകും, അവൻ പറഞ്ഞു. പക്ഷേ ഇത് പുറത്തു നിന്നുള്ള പാടാണ്, വിരലുകളുടെ സ്ഥാനം നോക്ക്. സിദ്ധാർത്ഥ് പേടിയോടെ ആ പാടിലേക്ക് നോക്കി. അശ്വിൻ ജനൽ തുറന്ന് പുറത്തേക്ക് ടോർച്ചടിച്ചു. അവിടെ ആരുമില്ല. താഴെ പൂന്തോട്ടത്തിലെ ചെടികൾ കാറ്റിലിളകുന്നു. തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. അതിനോടൊപ്പം ഒരു മണം കൂടി വന്നു. വളരെ പഴക്കമുള്ള ഒരു സുഗന്ധം. ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക പൂവിൻ്റെയോ ഗന്ധം. അശ്വിൻ വേഗം ജനലടച്ചു. നീ പേടിക്കാതെ ഉറങ്ങാൻ നോക്ക്, നാളെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ളതാ. അതും പറഞ്ഞ് അശ്വിൻ ഉറങ്ങാനായി പോയി. രാത്രി 12 മണിയായിട്ടുണ്ടാകും. അശ്വിൻ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് ഉറക്കം വന്നില്ല. ബംഗ്ലാവിൻ്റെ ഉത്തരത്തിൽ നിന്ന് എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. എലിയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി സിദ്ധാർത്ഥ് സമാധാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് വരാന്തയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആരോ നടക്കുന്നത് പോലെ. ചെരുപ്പിടാത്ത കാലുകൾ തടിയിലുരസുന്ന ശബ്ദം. സിദ്ധാർത്ഥ് ശ്വാസം അടക്കിപ്പിടിച്ചു. ആ ശബ്ദം അവരുടെ മുറിയുടെ വാതിലിനടുത്ത് വന്ന് നിന്നു. വാതിൽക്കൽ ചെറിയൊരു നിഴൽ കാണാം. താക്കോൽ പഴുതിലൂടെ ആരോ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അശ്വിനെ വിളിക്കാൻ കൈനീട്ടി. പക്ഷെ ആ നിമിഷം വായുവിൽ ആ മണം വീണ്ടും പടർന്നു. ചന്ദനത്തിരിയുടെ ആ ഗന്ധം. വാതിലിനപ്പുറം നിന്ന ആൾ മെല്ലെ പാടാൻ തുടങ്ങുന്നതായി സിദ്ധാർത്ഥിന് തോന്നി. വളരെ നേർത്ത ഒരു മൂളൽ, ഒരു താരാട്ടുപാട്ട് പോലെ. അവൻ പേടിച്ച് പുതപ്പിനുള്ളിൽ മുഖം ഒളിപ്പിച്ചു. എത്ര സമയം കഴിഞ്ഞു എന്നറിയില്ല. ഏതോ ഒരു നിമിഷത്തിൽ അവൻ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. രാത്രിയിലെ ആ ഭയം വെളിച്ചത്തിലില്ലാതായി. അശ്വിൻ പല്ല് തേച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി. വർക്കി അവിടെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങിയോ സാറേ? കാറ്റിൻ്റെ ശബ്ദമുണ്ടായിരുന്നോ? വർക്കി ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ രാത്രി ആരോ വരാന്തയിൽ നടന്നതുപോലെ തോന്നി, അശ്വിൻ പറഞ്ഞു. വർക്കി ഒന്ന് നിന്നു. അയാൾ അശ്വിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇത് പഴയ ബംഗ്ലാവല്ലേ സാറേ? മരത്തിൻ്റെ പലകകൾ തണുക്കുമ്പോൾ ഓരോ ശബ്ദമുണ്ടാകും, അത് കേട്ടതാകും. അവർ പ്രഭാതഭക്ഷണം കഴിഞ്ഞ് ബൈക്കുമായി പുറത്തിറങ്ങി. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് അവർ പോയത്. മഞ്ഞ് കുറവായതുകൊണ്ട് ദൂരെയുള്ള താഴ്വാരങ്ങൾ കാണാമായിരുന്നു. അവിടുത്തെ പാറക്കെട്ടുകളിലിരുന്ന് അവർ കുറേ ഫോട്ടോകൾ എടുത്തു. തിരികെ വരുമ്പോൾ അശ്വിൻ ഒരു ചെറിയ വഴി ശ്രദ്ധിച്ചു. കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ പോകുന്ന ഒരു മൺപാത. നമുക്കിതിലെ ഒന്ന് പോയി നോക്കിയാലോ? അശ്വിൻ ചോദിച്ചു. വേണ്ടടാ, നമുക്ക് മെയിൻ റോഡിലൂടെ പോകാം, സിദ്ധാർത്ഥ് പറഞ്ഞു. പക്ഷെ അശ്വിൻ ആ വഴിയിലേക്ക് വണ്ടി തിരിച്ചു കഴിഞ്ഞിരുന്നു. ആ വഴി ചെല്ലുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ലായത്തിനടുത്തേക്കാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ. വർഷങ്ങളായി അവിടെ ആരും താമസിക്കുന്നില്ലെന്ന് കണ്ടാലറിയാം. മേൽക്കൂരകൾ തകർന്നു വീണിരിക്കുന്നു. ഭിത്തികളിൽ കാട്ടുചെടികൾ പടർന്നു കയറി. വണ്ടി നിർത്തി അവർ അവിടെ ഒന്ന് നടന്നു. ഒരു ലായത്തിൻ്റെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ചില പഴയ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നു. ഒരു തകർന്ന ചരക്കട്ടി, കുറച്ച് തുണികൾ. സിദ്ധാർത്ഥ് മുറ്റത്ത് നിൽക്കുമ്പോൾ ദൂരെ ഒരു മരച്ചുവട്ടിൽ എന്തോ ഒന്ന് കണ്ടു. ഒരു ചെറിയ ശിലാരൂപം. അതൊരു ശവക്കല്ലറയായിരുന്നു, വളരെ ചെറുത്. അതിൽ കൊത്തിവെച്ചിരുന്ന അക്ഷരങ്ങൾ മങ്ങിയിട്ടുണ്ടായിരുന്നു. അശ്വിൻ അതിനടുത്ത് ചെന്ന് മണ്ണ് മാറ്റി നോക്കി. മീനാക്ഷി, 1984, 1990. ആ പേര് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. തലേ ദിവസം രാത്രി കേട്ട ആ മൂളൽ അവൻ്റെ കാതിൽ മുഴങ്ങി. ഡാ അശ്വിനെ, നമുക്ക് പോകാം, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു, അവൻ അശ്വിനെ നിർബന്ധിച്ചു. അശ്വിൻ ആ ശവക്കല്ലറയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ക്യാമറ ക്ലിക്കാകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഡിസ്പ്ലേയിൽ എറർ എന്ന് കാണിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ബാറ്ററി ഫുള്ളാണല്ലോ, അശ്വിൻ പറഞ്ഞു. അവർ വണ്ടിയെടുത്ത് അവിടെ നിന്ന് മാറി. പക്ഷേ അശ്വിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ വല്ലാതെ കറങ്ങുന്നു. വണ്ടി നിൽക്കുകയാണെങ്കിലും സൂചി 80-ലും 100-ലും പോയി അടിക്കുന്നു. ഇതെന്താ പറ്റിയത്? അവൻ അത്ഭുതപ്പെട്ടു. ഡാ, നീ അതൊന്നും നോക്കണ്ട, വണ്ടി വിട്, സിദ്ധാർത്ഥ് നിലവിളിച്ചു. അവർ തിരികെ ബംഗ്ലാവിലെത്തുമ്പോൾ വർക്കി അവിടെ ഉണ്ടായിരുന്നില്ല. ബംഗ്ലാവിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. അവർ മുറിയിൽ കയറി വാതിലടച്ചു. അശ്വിൻ തൻ്റെ ക്യാമറ പരിശോധിക്കാൻ തുടങ്ങി.
പക്ഷെ ഒരു ഫോട്ടോ പോലും കാണുന്നില്ല. രാവിലെ എടുത്ത ഫോട്ടോകൾ ഉൾപ്പെടെ എല്ലാം ഡിലീറ്റ് ആയിരിക്കുന്നു. ഇത് അസാധ്യമാണ്. അവൻ പിറുപിറുത്തു. പെട്ടെന്ന് മുറിക്കുള്ളിൽ ആ മണം വീണ്ടും വന്നു. ഇത്തവണ അത് കൂടുതൽ കഠിനമായിരുന്നു. ചന്ദനത്തിരിയുടെ ഗന്ധമല്ല, മറിച്ച് എരിഞ്ഞടങ്ങുന്ന എന്തോ ഒന്നിൻ്റെ ഗന്ധം. സിദ്ധാർത്ഥ് ബാത്റൂമിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ താൻ വിളറി വെളുത്തിരിക്കുന്നത് കണ്ടു. അവൻ മുഖം കഴുകാൻ വെള്ളം തുറന്നു. പക്ഷേ ടാപ്പിലൂടെ വന്നത് ചെളി കലർന്ന ചുവന്ന വെള്ളമായിരുന്നു. അവൻ പേടിച്ചു പിന്മാറി. വീണ്ടും നോക്കിയപ്പോൾ വെള്ളം സാധാരണ നിലയിലായി. അശ്വിനെ, ഇത് വെറും തോന്നലാണെന്ന് പറയല്ലേ. നമുക്കിവിടെ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ തിരിച്ചു പോകാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ ജനൽക്കൽ പോയി നിന്നു. പുറത്ത് വീണ്ടും മഞ്ഞ് കനത്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ താഴേക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ല. ഇപ്പോൾ പോകുന്നത് അപകടമാണ്. ഈ മഞ്ഞിൽ ചുരമിറങ്ങാൻ കഴിയില്ല. ഒരു രാത്രി കൂടി നമുക്ക് വാതിൽ പൂട്ടിയിരിക്കാം, അശ്വിൻ പറഞ്ഞു. അന്ന് രാത്രി അവർ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങിയില്ല. മുറിക്കുള്ളിലെ ലൈറ്റ് ഇടയ്ക്കിടെ അണഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് തൻ്റെ കയ്യിലെ ഫോണിൽ സമയം നോക്കി. 12 മണി. പെട്ടെന്ന് മുറിയുടെ ജനലിൽ ഒരു കൊട്ട് കേട്ടു. ആരോ വിരലുകൾ കൊണ്ട് ചില്ലിൽ താളം പിടിക്കുന്നു. അശ്വിൻ ടോർച്ചെടുത്ത് ചില്ലിലേക്ക് അടിച്ചു. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടോർച്ച് വെളിച്ചത്തിൽ അവർ കണ്ടു ജനൽ ചില്ലിൻ്റെ മറുപുറത്ത് മഞ്ഞിലൊരു കുഞ്ഞിൻ്റെ കൈപ്പത്തിയുടെ അടയാളം. വളരെ ചെറിയൊരു കൈ. പിന്നെ കേട്ടത് ഒരു ചിരിയായിരുന്നു. വളരെ ദൂരെയുള്ള ഏതോ താഴ്വരയിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയുടെ ചിരി. അത് ബംഗ്ലാവിനുള്ളിലൂടെ അലയടിച്ചുകൊണ്ടിരുന്നു. അശ്വിനെ, അവൾ അകത്തുണ്ട്, സിദ്ധാർത്ഥ് വിറച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിൻ ടോർച്ച് റൂമിൻ്റെ മൂലകളിലേക്ക് അടിച്ചു. ഒരറ്റത്ത് തുണികൾ വെച്ചിരുന്ന അലമാരയുടെ മുകളിൽ ഒരു ചെറിയ രൂപം ഇരിക്കുന്നത് പോലെ തോന്നി. അവൻ പേടിയോടെ അവിടേക്ക് വെളിച്ചമടിച്ചു. അത് വെറുമൊരു പഴയ ബാഗ് മാത്രമായിരുന്നു. അശ്വിൻ ധൈര്യം സംഭരിച്ച് വരാന്തയിലേക്ക് ഇറങ്ങി. വർക്കിച്ചേട്ടാ, അവൻ വിളിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. വർക്കിയുടെ ഷെഡ് ഇരുട്ടിലായിരുന്നു. വരാന്തയിലൂടെ നടക്കുമ്പോൾ തൻ്റെ കാലുകൾക്ക് ഭാരം കൂടുന്നതുപോലെ അശ്വിന് തോന്നി. ആരോ തൻ്റെ കാലുകളിൽ പിടിച്ചു വലിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ തറയിൽ തൻ്റെ നിഴലിനോടൊപ്പം മറ്റൊരു ചെറിയ നിഴൽ കൂടി നീങ്ങുന്നത് അവൻ കണ്ടു. ഒരു ചെറിയ പെൺകുട്ടിയുടെ നിഴൽ. അവനോടി മുറിയിൽ കയറി വാതിലടച്ചു. നമുക്ക് പോകണം സിദ്ധാർത്ഥ്, ഇപ്പോൾ തന്നെ. അവർ ബാഗുകൾ എടുത്തു. അവർ പതുക്കെ വരാന്തയിലേക്ക് ഇറങ്ങി. പുറത്തെ മഞ്ഞിപ്പോൾ ഒരു മതിൽ പോലെ തോന്നിപ്പിക്കുന്നു. അവർ ബൈക്കിനടുത്തേക്ക് ഓടി. അശ്വിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അവൻ കിക്ക് ചെയ്തുകൊണ്ടിരുന്നു. അശ്വിനെ, വേഗം, സിദ്ധാർത്ഥ് കരഞ്ഞു. ദൂരെ മഞ്ഞിൽ നിന്ന് ഒരു രൂപം നടന്നു വരുന്നത് അവർ കണ്ടു. അതൊരു കുഞ്ഞല്ലായിരുന്നു. ഉയരമുള്ള മെലിഞ്ഞ ഒരു രൂപം. അതിൻ്റെ കൈകൾ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നു. അത് സാവധാനം അവർക്കടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടായി. അശ്വിൻ വണ്ടി പറപ്പിച്ചു. മഞ്ഞിലൂടെ അവർ താഴേക്ക് പാഞ്ഞു. വർക്കിയെ ഒന്ന് കാണുക പോലും ചെയ്യാതെയാണ് അവർ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മഞ്ഞൊരു ചുവരുപോലെ അവർക്ക് മുന്നിൽ നിന്നു. ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഇടല്ലേ, വെളിച്ചം മഞ്ഞിൽ തട്ടി തിരിച്ചു വരും, സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. അശ്വിൻ ലോ ബീമിലേക്ക് മാറ്റി. വായുവിലപ്പോഴും ആ പഴയ സുഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാറ്റിൽ വന്നതല്ലെന്നും തങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്നുമുള്ള ചിന്ത അവനെ അസ്വസ്ഥനാക്കി. ബൈക്കിൻ്റെ വേഗത 30-ലും താഴെയായിരുന്നു. റോഡിൻ്റെ വശങ്ങളിലെ മരങ്ങൾ മഞ്ഞിൽ ഭീമാകാരമായ രൂപങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. വണ്ടിക്ക് എന്തോ ഒരു കനമുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അശ്വിനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവനും അത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വണ്ടിക്ക് സാധാരണയില്ലാത്ത ഒരു ഭാരം. താൻ ഒറ്റയ്ക്കല്ല വണ്ടി ഓടിക്കുന്നത് എന്നൊരു തോന്നൽ അവനിൽ ശക്തമായി. തൻ്റെ ഇടുപ്പിനോട് ചേർന്ന് മറ്റാരോ ഇരിക്കുന്നുണ്ടോ? അവൻ കണ്ണാടിയിലൂടെ നോക്കി. സിദ്ധാർത്ഥിൻ്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും ആ ഭാരം വിട്ടുപോകുന്നില്ല. പകുതി ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ ഒരു ചെറിയ മരച്ചില വീണ് കിടക്കുന്നത് കണ്ടു. അശ്വിൻ വണ്ടി നിർത്തി. ചുറ്റും ഇരുട്ടാണ്. മഞ്ഞിൻ്റെ വെളുത്ത പശ്ചാത്തലത്തിൽ മരങ്ങൾ നിഴലുകൾ പോലെ ആടുന്നു. നീയൊന്നിറങ്ങ്, നമുക്കിതൊരു വശത്തേക്ക് മാറ്റാം, അശ്വിൻ പറഞ്ഞു. സിദ്ധാർത്ഥ് മടിച്ചാണ് ഇറങ്ങിയത്. അവൻ വണ്ടിയുടെ സൈഡിലേക്ക് മാറി നിന്നപ്പോൾ അശ്വിൻ ആ മരച്ചില്ല വലിച്ചു നീക്കി.
ആ സമയത്ത് സിദ്ധാർത്ഥ് തൻ്റെ ഫോൺ എടുത്ത് ടോർച്ചടിച്ചു. ടോർച്ച് വെളിച്ചം റോഡിന് വശത്തെ താഴ്ചയിലേക്ക് വീണു. അവിടെ മരങ്ങൾക്കിടയിൽ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഒരു ചെറിയ രൂപം, ഒരു കുട്ടി നിൽക്കുന്നത് പോലെ. അശ്വിനെ, അവിടേക്ക് നോക്കിയേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ ആ ഭാഗത്തേക്ക് നോക്കി. മഞ്ഞും നിഴലും കലർന്ന ആ ഇരുട്ടിൽ ഒന്നും വ്യക്തമല്ല. എങ്കിലും അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം നിശബ്ദത ഭയാനകമായിരുന്നു. പെട്ടെന്നൊരു കാറ്റടിച്ചു. ആ രൂപം മഞ്ഞിലേക്ക് അലിഞ്ഞുപോയി. എടാ, അത് വെറും മഞ്ഞിൻ്റെ നിഴല, നീ വണ്ടിയിൽ കയറാൻ നോക്ക്. അശ്വിൻ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവർ യാത്ര തുടർന്നു. 10ാമത്തെ ഹെയർപിൻ ബെൻഡെത്തിയപ്പോൾ ദൂരെ ഒരു ചെറിയ വെളിച്ചം കണ്ടു. ഒരു ടോർച്ച് വെളിച്ചം ആടുന്നു. ആരോ വഴിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ അതൊരു സാധാരണ മനുഷ്യനാണെന്ന് കണ്ട് അവർക്ക് ആശ്വാസം തോന്നി. തോക്കിന് മുകളിൽ ഒരു കമ്പിളിപ്പുതപ്പും പുതച്ചു നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ്. അശ്വിൻ വണ്ടി നിർത്തി. താഴേക്ക് പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ ചേട്ടാ, അവൻ ചോദിച്ചു. ആ മനുഷ്യൻ അവരെ ഒന്ന് നോക്കി. അയാളുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. ഉറക്കമില്ലാത്തതുകൊണ്ടാകാം. വഴിക്ക് തടസ്സമില്ല, പക്ഷേ ഈ മഞ്ഞിൽ പോകുന്നത് സൂക്ഷിക്കണം. വണ്ടിയിൽ ഒരാൾ അധികമുണ്ടല്ലോ. ടയർ പ്രഷർ നോക്കിയിരുന്നോ? അശ്വിൻ ഞെട്ടിപ്പോയി. ഒരാൾ അധികമോ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുതരം അവഗണനയുണ്ടായിരുന്നു. ശരിയായിരിക്കും, എൻ്റെ കണ്ണിന് തോന്നിയതാകും. മഞ്ഞല്ലേ. അയാൾ സാവധാനം നടന്ന് മഞ്ഞിലേക്ക് മറഞ്ഞു. അശ്വിനും സിദ്ധാർത്ഥും പരസ്പരം നോക്കി. അവർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. വണ്ടി വീണ്ടും ഓടിത്തുടങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് തൻ്റെ പുറകിലേക്ക് കൈനീട്ടി സീറ്റിൽ തപ്പി നോക്കി. സീറ്റ് തണുത്തുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വായുവിൽ ആ മണം ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്നു. അശ്വിനെ, എനിക്ക് ശ്വാസം മുട്ടുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. ആരോ എൻ്റെ പുറകിൽ ചേർന്ന് നിൽക്കുന്നത് പോലെ. വണ്ടി ഒന്ന് നിർത്താമോ? എടാ, ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ചുരം ഇറങ്ങാറായി. നീ കണ്ണടച്ചിരുന്നോ? ഒന്നും ചിന്തിക്കണ്ട. അശ്വിൻ വണ്ടിയുടെ വേഗത അല്പം കൂട്ടി. പക്ഷേ ഓരോ വളവ് തിരിയുമ്പോഴും വണ്ടി സ്കിഡാകുന്നത് പോലെ അവന് തോന്നി. റോഡിൽ എണ്ണ ഒഴിച്ചതുപോലെ ഒരു വഴുവഴുപ്പ്. ഒരിടത്ത് ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി വല്ലാതെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. അശ്വിൻ കാലുകുത്തി വണ്ടി നിയന്ത്രിക്കാൻ നോക്കി. ആ നിമിഷം അവൻ്റെ കാലിൽ എന്തോ ഒന്ന് തട്ടി. റോഡിൽ കിടക്കുന്ന ഒരു ചെരുപ്പ്, ഒരു ചെറിയ കുട്ടിയുടെ പാദരക്ഷ. അവനത് കാര്യമാക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അവൻ കണ്ടു, ദൂരെ റോഡിന് നടുവിൽ ആ ചെരുപ്പിൻ്റെ ജോഡി കിടക്കുന്നു. ആരോ മനഃപൂർവ്വം വഴിയിൽ നിരത്തിവെച്ചതുപോലെ. പെട്ടെന്ന് സിദ്ധാർത്ഥ് നിലവിളിച്ചു. അശ്വിനെ, എൻ്റെ തോളിൽ ആരോ തൊട്ടു, സത്യമായിട്ടും. വിരലുകൾ അമരുന്നത് ഞാൻ അറിഞ്ഞു. അശ്വിൻ വണ്ടി നിർത്തിയില്ല. അവൻ സർവ്വശക്തിയുമെടുത്ത് വണ്ടി മുന്നോട്ട് കുതിപ്പിച്ചു. ചുരം അവസാനിക്കുന്ന ഭാഗത്തെ ചെക്ക് പോസ്റ്റ് ദൂരെ കണ്ടു തുടങ്ങി. അവിടുത്തെ വലിയ ഫ്ലഡ് ലൈറ്റുകൾ മഞ്ഞിനെ തുളച്ചു വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടതും വണ്ടിയുടെ ഭാരം പെട്ടെന്ന് കുറഞ്ഞു. എഞ്ചിൻ കൂടുതൽ ഫ്രീ ആയതുപോലെ. സിദ്ധാർത്ഥിന് ശ്വാസം നേരെ വീണു. ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ അവർ വണ്ടി നിർത്തി. അശ്വിൻ തൻ്റെ ഹെൽമറ്റ് ഊരി. അവൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ഗാർഡ് വന്ന് ബുക്കിൽ അവരുടെ വണ്ടി നമ്പർ എഴുതി. സാർമാർ എവിടെ നിന്നാ? അയാൾ സാധാരണ മട്ടിൽ ചോദിച്ചു. മുകളിൽ നിന്ന്, ലാൽ ബംഗ്ലാവിൽ നിന്ന്, അശ്വിൻ മറുപടി നൽകി. ഗാർഡൊന്ന് തല ഉയർത്തി അവരെ നോക്കി. ഇന്നലെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് കേട്ടല്ലോ. സാധാരണ അവിടെ താമസിക്കാൻ ആളുകൾ വരാറില്ല. എന്തായാലും നന്നായി, താഴെ എത്തിയല്ലോ. അശ്വിൻ ബൈക്കിൻ്റെ ടയറുകളൊന്ന് പരിശോധിച്ചു. ബൈക്കിൻ്റെ പിൻഭാഗത്തെ മഡ്ഗാർഡിൽ കുറേ ചെറിയ കൈപ്പത്തിയുടെ പാടുകളുണ്ടായിരുന്നു. ചെളിയിൽ അമർന്ന ചെറിയ വിരലുകളുടെ അടയാളങ്ങൾ. അത് മുകളിൽ നിന്ന് ആരോ പിടിച്ചു കയറാൻ ശ്രമിച്ചതുപോലെ തോന്നിപ്പിച്ചു. നമുക്കിവിടെ നിൽക്കണ്ട, പാലക്കാട് ടൗണിലേക്ക് പോകാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന് ആ പരിസരത്ത് നിന്ന് എത്രയും വേഗം മാറണമെന്നുണ്ടായിരുന്നു. ടൗണിലൊരു ഹോട്ടൽ മുറിയെടുത്തപ്പോൾ പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ആ മുറിക്കുള്ളിലും തനിക്ക് ചുറ്റും ആ മണമുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അശ്വിൻ ബാത്റൂമിൽ പോയി മുഖം കഴുകി കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിൽ മഞ്ഞ് പിടിച്ചിരിക്കുന്നു. അവനത് കൈകൊണ്ട് തുളച്ചു. അവൻ കണ്ടത് തൻ്റെ പിന്നിൽ വാതിലിനടുത്ത് സിദ്ധാർത്ഥ് നിൽക്കുന്നതാണ്. പക്ഷേ സിദ്ധാർത്ഥ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. കണ്ണാടിയിലെ രൂപം സിദ്ധാർത്ഥിൻ്റേതാണോ അതോ മറ്റാരുടെ ഏതെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനു മുമ്പ് ആ രൂപം മാഞ്ഞുപോയി.
അശ്വിൻ മുറിയിലേക്ക് വന്നു. സിദ്ധാർത്ഥ് അപ്പോഴും പുതപ്പിനുള്ളിൽ വിറച്ചു കിടക്കുകയായിരുന്നു. നീ ഉറങ്ങിയോ? അശ്വിൻ ചോദിച്ചു. ഇല്ലടാ, ആ ഗാർഡ് പറഞ്ഞത് നീയും കേട്ടോ? നമ്മൾ താമസിച്ച ബംഗ്ലാവിൽ ആരും വരാറില്ലെന്ന്. അപ്പോൾ വർക്കിച്ചേട്ടനോ? അശ്വിൻ ഒന്നും പറഞ്ഞില്ല. അവൻ തൻ്റെ ഫോൺ എടുത്ത് ആ ഹോം സ്റ്റേയുടെ നമ്പർ ഒന്നുകൂടി വിളിച്ചു നോക്കി. നമ്പർ നിലവിലില്ല എന്ന സന്ദേശമാണ് അവർക്ക് ലഭിച്ചത്. പകൽ വിളിച്ച അതേ നമ്പറാണത്. അന്ന് രാവിലെ അവർ വേഗം അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ നാട്ടിലെത്തിയ ശേഷവും ആ യാത്ര അവസാനിച്ചിരുന്നില്ല. അശ്വിൻ തൻ്റെ ബൈക്ക് കഴുകാൻ കൊടുത്തപ്പോൾ സർവീസ് സെൻ്ററിലെ പയ്യൻ അവനോട് ചോദിച്ചു, സാറേ, ഇതിൻ്റെ പുറകിലെ സീറ്റിൽ ഉള്ളിൽ കുറെ മുടി കുടുങ്ങി കിടക്കുന്നുണ്ട്. നീളമുള്ള മുടിയാണ്. സൈഡ് ബോക്സിൻ്റെ ഇടയിലുമുണ്ട്. അശ്വിൻ ആ മുടി പരിശോധിച്ചു. അത് തങ്ങളുടേതല്ല, വളരെ മൃദുവായ ചെറിയൊരു കുട്ടിയുടേതുപോലെയുള്ള മുടി. രാത്രികളിൽ തൻ്റെ മുറിയുടെ വാതിലിന് പുറത്ത് ആരോ നടക്കുന്നത് പോലെ അശ്വിൻ കേട്ടു തുടങ്ങി. അത് സിദ്ധാർത്ഥിൻ്റെ തോന്നലാണെന്ന് അവൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ തൻ്റെ വീട്ടിലും അതേ ശബ്ദങ്ങൾ. ഒരു ദിവസം വൈകുന്നേരം അശ്വിൻ തൻ്റെ ബൈക്കിൻ്റെ സൈഡ് മിറർ തുടയ്ക്കുമ്പോൾ കണ്ടു. ആ കണ്ണാടിയിലൂടെ ഒരു കോണിൽ ചെറിയ അക്ഷരത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു. മഞ്ഞിൽ വിരലുകൊണ്ട് എഴുതിയതുപോലെ. വഴി തെറ്റിയോ? അവനത് വേഗം തുടച്ചു കളഞ്ഞു. പക്ഷെ അന്ന് രാത്രി അവനൊരു ഫോൺ കോൾ വന്നു, ഒരു അജ്ഞാത നമ്പറിൽ നിന്ന്. ഫോൺ എടുത്തപ്പോൾ മറുതലയ്ക്കൽ കാറ്റിൻ്റെ ഇരമ്പൽ മാത്രം. അതിനിടയിൽ വളരെ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി ചിരിക്കുന്നത് അവൻ കേട്ടു. അശ്വിൻ. അവൾ അവൻ്റെ പേര് വിളിച്ചു. അശ്വിൻ ഫോൺ കട്ട് ചെയ്തു. അവൻ സിദ്ധാർത്ഥിനെ വിളിക്കാൻ നോക്കി. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്. അവൻ വൈകുന്നേരം മുതൽ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ് മോനെ. ആരോടൊക്കെയോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല, അമ്മ പറഞ്ഞു. അശ്വിൻ ഉടൻ തന്നെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവൻ തൻ്റെ ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ നോക്കി. വണ്ടി 30-ലാണ് പോകുന്നത്. പക്ഷേ സ്പീഡോമീറ്ററിലെ സൂചി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല ഈ വണ്ടി ഓടിക്കുന്നത് എന്ന ബോധം അവനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. ആ യാത്രയിൽ നഗരത്തിലെ തിരക്കുകൾക്ക് നടുവിലും വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ അവന് തോന്നി. തൃശൂർ റൗണ്ടിലെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കും ആൾക്കൂട്ടത്തിനും ആ ഭയത്തെ മായ്ക്കാൻ കഴിഞ്ഞില്ല. ഓരോ തവണ ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോഴും തൻ്റെ തോളിൽ ആരോ മുഖം ചായ്ച്ചു നിൽക്കുന്നത് പോലെ അശ്വിന് അനുഭവപ്പെട്ടു. അവൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ഹെൽമറ്റിനുള്ളിലെ വായുവിന് പോലും ആ പഴയ ബംഗ്ലാവിലെ തണുത്ത മണമായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ അവൻ്റെ അച്ഛൻ ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അശ്വിനെ കണ്ടപ്പോൾ ആ മുഖത്ത് ആശ്വാസത്തേക്കാൾ പരിഭ്രമമായിരുന്നു കണ്ടത്. അശ്വിനെ, നീ വന്നത് നന്നായി. അവൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല. വൈകുന്നേരം മുറിയിൽ കയറി കഥ കടച്ചതാ. ഇടയ്ക്ക് ആരോടോ ചിരിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. പക്ഷെ ഉള്ളിൽ അവനല്ലാതെ മറ്റാരുമില്ലെന്ന് ഞങ്ങൾക്കുറപ്പാ. അച്ഛൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അശ്വിൻ പതുക്കെ സിദ്ധാർത്ഥിൻ്റെ മുറിക്ക് മുന്നിലെത്തി. ആ വരാന്തയിൽ നിൽക്കുമ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. ആ മുറിക്കുള്ളിൽ നിന്ന് വല്ലാത്തൊരു തണുപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. AC ഇട്ടതുപോലെയുള്ള തണുപ്പല്ല അത്. ഒരു കല്ലറയ്ക്കുള്ളിലെ ഈർപ്പമുള്ള തണുപ്പ്, കൂടെ ആ ചന്ദനത്തിരിയുടെ ഗന്ധവും. അശ്വിൻ വാതിലിൽ പതുക്കെ തട്ടി. എടാ സിദ്ധാർത്ഥേ, ഇത് ഞാനാ, അശ്വിൻ. ഒന്ന് വാതിൽ തുറന്നേ. ഉള്ളിൽ നിന്ന് മറുപടി ഒന്നുമില്ല. പക്ഷെ എന്തോ ഒന്ന് നിലത്തുകൂടി ഇഴയുന്ന ശബ്ദം കേട്ടു. കുറച്ച് നിമിഷങ്ങൾക്കകം സിദ്ധാർത്ഥിൻ്റെ ശബ്ദം കേട്ടു. അത് അവൻ്റേത് തന്നെയാണോ എന്ന് അശ്വിന് സംശയം തോന്നി. അതത്രയ്ക്കും താഴ്ന്നതും ജീവനില്ലാത്തതുമായിരുന്നു. അശ്വിൻ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾക്ക് നിന്നെയും ഇഷ്ടപ്പെട്ടോ? അശ്വിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നത്? വാതിൽ തുറക്ക്, നമുക്ക് സംസാരിക്കാം. വേണ്ട, അവൾ ഇവിടെയുണ്ട്. ജനലിനരികിലിരിക്കുകയാണ്. അവൾക്ക് പുറത്തേക്ക് പോകാൻ പേടിയാണത്രേ. നമ്മൾ അവളെ താഴേക്ക് കൊണ്ടുവന്നില്ലേ? ഇനി നമ്മൾ കൂടെ ഉണ്ടാവണമെന്നാണ് അവൾ പറയുന്നത്. സിദ്ധാർത്ഥ് പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു ഭ്രാന്തമായ താളമുണ്ടായിരുന്നു. അശ്വിൻ അച്ഛനെ നോക്കി. അദ്ദേഹം പകച്ചു നിൽക്കുകയാണ്. അശ്വിൻ സർവശക്തിയുമെടുത്ത് വാതിലിൽ തള്ളി. 3ാമത്തെ തവണ തള്ളിയപ്പോൾ പഴയ തടിക്കുറ്റി തെറിച്ച് വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ജനലിലൂടെ വരുന്ന പുറത്തെ തെരുവ് വിളക്കിൻ്റെ വെളിച്ചം മാത്രം. സിദ്ധാർത്ഥ മുറിയുടെ മൂലയിൽ തറയിലിരിക്കുകയായിരുന്നു.
അവൻ്റെ മടിയിൽ ഒരു പഴയ പുസ്തകം ഇരിപ്പുണ്ട്. അവൻ ഇരുട്ടിലേക്ക് നോക്കി ആരോടെന്നില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. സിദ്ധാർത്ഥ്. അശ്വിൻ മുറിയിലെ സ്വിച്ച് ഇട്ടു. ലൈറ്റ് തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവനെ തളർത്തി കളഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ മുറിയിലാകെ മണ്ണായിരുന്നു. തോട്ടത്തിലെ ചുവന്ന മണ്ണ്. എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല. സിദ്ധാർത്ഥിൻ്റെ വസ്ത്രത്തിലും മുഖത്തും ആ മണ്ണ് പറ്റിയിരിക്കുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം, അവൻ്റെ തൊട്ടടുത്ത് ഭിത്തിയിൽ ചെളി കൊണ്ട് ഒരു ചെറിയ കൈപ്പത്തിയുടെ അടയാളം പതിഞ്ഞിരുന്നു. അത് നനവുള്ളതായിരുന്നു. ആരോ അപ്പോൾ പതിപ്പിച്ചതുപോലെ. അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. നീ എന്തായി കാണിക്കുന്നത്? എഴുന്നേൽക്ക്. സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി. അവൻ്റെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരുന്നു. അശ്വിൻ, നമ്മൾ ആ കല്ലറയുടെ അടുത്ത് നിന്നപ്പോൾ എടുത്ത ആ ഫോട്ടോ ഓർമ്മയുണ്ടോ? അതിൽ അവൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവളുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അത് ആ വൃദ്ധനല്ല. അശ്വിൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആ ഡിലീറ്റായ ഫോട്ടോ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കുട്ടിയുടെ രൂപം. അതിനു പിന്നിലെ നിഴലിൽ മറ്റൊരു രൂപം കൂടി തെളിഞ്ഞു വരുന്നത് അവൻ കണ്ടു. ആ രൂപത്തിന് മുഖമില്ലായിരുന്നു, വെറുമൊരു ഇരുണ്ട നിഴൽ മാത്രം. പക്ഷെ അതിൻ്റെ കൈകൾ ആ കുട്ടിയുടെ തോളിലായിരുന്നു. അവൾ ഒറ്റയ്ക്കല്ല വന്നത് അശ്വിൻ. അവൾക്ക് കാവൽ നിൽക്കുന്ന ആ നിഴലും കൂടെയുണ്ട്. അത് നിന്നോടൊപ്പമാണ് വന്നത്. നിന്റെ ബൈക്കിൻ്റെ പുറകിൽ അവനായിരുന്നു ഇരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഭാരം തോന്നിയത്. സിദ്ധാർത്ഥ് വിറച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിന് അന്ന് രാത്രി വഴിയിൽ കണ്ട ആ സെക്യൂരിറ്റി ഗാർഡിനെ ഓർമ്മ വന്നു. വണ്ടിയിൽ ഒരാളധികമുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞത് മീനാക്ഷിയെക്കുറിച്ചല്ല, മറിച്ച് ആ നിഴലിനെക്കുറിച്ചായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് വീണ്ടും അണഞ്ഞു. ഇത്തവണ ഫ്യൂസ് പോയതല്ല, ബൾബ് തനിയെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ഇരുട്ടിൽ അശ്വിൻ്റെ കൈ പിടിച്ചു. അവൻ്റെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. അവൻ വരുന്നുണ്ട് അശ്വിൻ, നിന്റെ പുറകിൽ, സിദ്ധാർത്ഥ് മന്ത്രിച്ചു. അശ്വിൻ തിരിഞ്ഞു നോക്കാൻ ഭയന്നു. പക്ഷെ അവൻ്റെ പിൻകഴുത്തിൽ ആരോ നിശ്വസിക്കുന്നത് അവൻ അറിഞ്ഞു. പഴകിയ മണ്ണിൻ്റെയും കരിഞ്ഞ ചന്ദനത്തിരിയുടെയും ഗന്ധം ആ മുറിയിലാകെ പടർന്നു. തൊട്ടടുത്ത നിമിഷം അശ്വിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ തനിയെ തെളിഞ്ഞു. അതിൽ മീനാക്ഷിയുടെ ആ ഫോട്ടോ തനിയെ മാറിക്കൊണ്ടിരുന്നു. ഓരോ തവണ മാറുമ്പോഴും ആ ഇരുണ്ട രൂപം ക്യാമറയ്ക്ക് അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പുറത്തുനിന്ന് വാതിലിൽ തട്ടുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ? അശ്വിൻ, വാതിൽ തുറക്ക്. പക്ഷെ വാതിൽ തുറക്കാൻ അശ്വിന് കഴിഞ്ഞില്ല. അത് പുറത്തുനിന്ന് ആരോ അമർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ. മുറിക്കുള്ളിലെ ഇരുട്ടിൽ സിദ്ധാർത്ഥിൻ്റെ കട്ടിലിനടിയിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിരി വീണ്ടും കേട്ടു. അത് മീനാക്ഷിയുടേതായിരുന്നു. അവൾക്ക് പിന്നാലെ ഗൗരവമേറിയ മറ്റൊരു ശബ്ദവും കേട്ടു. മരച്ചില്ലകൾ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അശ്വിൻ തൻ്റെ ടോർച്ച് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഫോൺ പ്രവർത്തിക്കുന്നില്ല. അവൻ തൻ്റെ പോക്കറ്റിൽ ലൈറ്ററിനായി തപ്പി. പക്ഷേ കയ്യിൽ തടഞ്ഞത് ഒരു വഴുവഴുപ്പുള്ള എന്തോ ഒന്നാണ്. അശ്വിൻ അത് പുറത്തെടുത്തു. മങ്ങിയ വെളിച്ചത്തിൽ അവൻ കണ്ടു, അതൊരു കഷ്ണം അസ്ഥിയായിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ വിരലിൻ്റെ അസ്ഥി. നെല്ലിയാമ്പതിയിലെ ആ തോട്ടത്തിൽ നിന്ന് താൻ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒന്ന് കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അത് തിരികെ എത്തിക്കാതെ ഈ നിഴൽ തന്നെ വിട്ടുപോകില്ലെന്ന് അശ്വിന് ഉറപ്പായി. നമുക്ക് തിരിച്ചു പോകണം സിദ്ധാർത്ഥ്, ഇപ്പോഴല്ലെങ്കിൽ ഇനി ഒരിക്കലും കഴിയില്ല, അശ്വിൻ ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അവൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അശ്വിൻ അടുത്തു ചെന്നു. അവൾ പറയുന്നു, വഴി അടഞ്ഞുവെന്ന്. മഞ്ഞ് താഴേക്കിറങ്ങിയിരിക്കുന്നു. ഇനി ആർക്കും മുകളിലേക്ക് പോകാൻ കഴിയില്ല. അശ്വിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സിറ്റിയിലെ ആ തെരുവുവിളക്കുകൾക്ക് മുകളിലൂടെ അവിശ്വസനീയമായ വിധത്തിൽ കനത്ത ഒരു മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ നഗരത്തിൻ്റെ നടുവിൽ ഇതുവരെ ആരും കാണാത്ത വിധം ഒരു മലയോര മഞ്ഞ് പെയ്തിറങ്ങുകയാണ്. അതിൻ്റെ തണുപ്പ് ജനൽ ചില്ലുകളെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. അശ്വിൻ തൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ആ ചെറിയ അസ്ഥി കഷ്ണത്തിലേക്ക് നോക്കി സ്തംഭിച്ചു നിന്നു. അതിൻ്റെ പരുക്കം പ്രതലം ചർമ്മത്തിൽ ഉരസുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പ് അസഹനീയമായിരുന്നു. എങ്ങനെയാണിത് തൻ്റെ പോക്കറ്റിലെത്തിയത്? ആ പഴയ ലായത്തിനടുത്ത കല്ലറയിൽ നിന്ന് താൻ ഒന്നും എടുത്തിരുന്നില്ലല്ലോ. അറിഞ്ഞോ അറിയാതെയോ ആ മണ്ണിൽ നിന്ന് എന്തോ ഒന്ന് തന്നെ പിന്തുടരുന്നു. പുറത്തച്ഛൻ വാതിൽ തട്ടുന്നത് തുടരുന്നുണ്ട്.
അശ്വിൻ ഒരിക്കൽ കൂടി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇത്തവണ അത് അനായാസേന തുറക്കപ്പെട്ടു. മുറിക്കുള്ളിലെ തണുപ്പ് ഒരു തരംഗമായി പുറത്തേക്ക് ഒഴുകി. അച്ഛൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് തറയിൽ ചിതറിക്കിടക്കുന്ന മണ്ണും വിളറി വെളുത്തിരിക്കുന്ന സിദ്ധാർത്ഥിനെയുമാണ്. എന്താണിത് അശ്വിനെ, ഈ മണ്ണ് ഇവിടെ നിന്ന് വന്നു? അച്ഛൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അശ്വിൻ മറുപടി പറഞ്ഞില്ല. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സിറ്റിയിലെ തെരുവുവിളക്കുകൾക്ക് ചുറ്റും മഞ്ഞൊരു വല പോലെ മുറുകുന്നു. അയൽപ്പക്കത്തെ വീടുകൾ പോലും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. തൃശ്ശൂരിലെ ചൂടുള്ള രാത്രികളിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒന്ന്. താഴെ റോഡിൽ നിന്ന് കുറച്ചാളുകൾ കൂടി നിന്ന് ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെടുന്നുണ്ട്. ഇത് കാലാവസ്ഥാ മാറ്റമാണെന്ന് അവർ കരുതിയിരിക്കാം. പക്ഷേ അശ്വിൻ അറിയാമായിരുന്നു ഈ മഞ്ഞ് തങ്ങളെ തേടി വന്നതാണെന്ന്. അശ്വിനെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇവൻ്റെ നില ശരിയല്ല. അച്ഛൻ സിദ്ധാർത്ഥിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ടച്ചാ, അവിടെ പോയിട്ട് കാര്യമില്ല, സിദ്ധാർത്ഥ് പെട്ടെന്ന് പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇപ്പോൾ സാധാരണ നിലയിലായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ആ പഴയ തിളക്കമില്ല. അവൾക്ക് ഹോസ്പിറ്റലുകൾ ഇഷ്ടമല്ല. അവൾക്ക് വേണ്ടത് കാടാണ്, ആ തണുപ്പ്. സിദ്ധാർത്ഥിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്നു. നീ എന്തൊക്കെയായി പറയുന്നത് മോനെ? ഞങ്ങളെ പേടിപ്പിക്കാതെ. അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്ന് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. സിദ്ധാർത്ഥ്, ആ നിഴൽ അതിപ്പോഴും ഇവിടെയുണ്ടോ? സിദ്ധാർത്ഥ് പതുക്കെ തലയാട്ടി. അവൻ മുറിയുടെ മൂലയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒന്നുമില്ലായിരുന്നു, വെറും ഇരുട്ട് മാത്രം. പക്ഷെ അശ്വിൻ തൻ്റെ ടോർച്ച് ആ ഭാഗത്തേക്ക് അടിച്ചപ്പോൾ കണ്ടു, ഭിത്തിയിലെ പെയിന്റ് വല്ലാതെ അടർന്നു മാറിയിരിക്കുന്നു. ആരോ നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള നീളമുള്ള പാടുകൾ. ആ പാടുകൾക്ക് മീനാക്ഷിയുടെ കല്ലറയിൽ കണ്ട അക്ഷരങ്ങളുമായി വല്ലാത്തൊരു സാമ്യം തോന്നി. നമുക്ക് വണ്ടിയെടുക്കണം, അശ്വിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഈ മഞ്ഞ് നഗരത്തെ ഒഴുങ്ങുന്നതിനു മുമ്പ് നമുക്ക് മുകളിലേക്ക് പോകണം. ഇത് തിരികെ കൊടുക്കാതെ അവൾ നമ്മളെ വിടില്ല. അശ്വിൻ തൻ്റെ കയ്യിലിരിക്കുന്ന അസ്ഥി കഷ്ണം ഒരു ചെറിയ ടവലിൽ പൊതിഞ്ഞ് ബാഗിലിട്ടു. സിദ്ധാർത്ഥിനെ നിർബന്ധിച്ചെഴുന്നേൽപ്പിച്ചു. അവനൊരു യന്ത്രത്തെ പോലെ അശ്വിനെ പിന്തുടർന്നു. വീടിന് പുറത്തിറങ്ങിയപ്പോൾ അന്തരീക്ഷം വല്ലാതെ മാറിയിരുന്നു. ശ്വാസമെടുക്കുമ്പോൾ വായുവിൽ ഈർപ്പത്തിൻ്റെ കനം അനുഭവപ്പെടുന്നു. അശ്വിൻ തൻ്റെ ഹിമാലയൻ സ്റ്റാർട്ട് ചെയ്തു. മുറ്റത്തെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു, ബൈക്കിൻ്റെ ടയറുകൾക്ക് ചുറ്റും മണ്ണ് പറ്റിയിരിക്കുന്നു. താൻ വണ്ടി കഴുകിയതാണ്. എന്നിട്ടും എവിടെ നിന്നാണ് ഈ നനഞ്ഞ മണ്ണ് വീണ്ടും വന്നത്? സിദ്ധാർത്ഥ് പുറകിൽ കയറിയിരുന്നു. അവൻ്റെ ഭാരം ഇപ്പോൾ ഇരട്ടിയായി അശ്വിന് തോന്നി. അവർ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അയൽവാസികൾ അത്ഭുതത്തോടെ അവരെ നോക്കി. ഈ മഞ്ഞത്തെങ്ങോട്ടാ പിള്ളേരെ? ആരോ വിളിച്ചു ചോദിച്ചു. അശ്വിൻ മറുപടി നൽകിയില്ല. അവൻ വണ്ടി ഹൈവേയിലേക്ക് തിരിച്ചു. ഹൈവേയിൽ വണ്ടികൾ വളരെ കുറവായിരുന്നു. ഉള്ള വണ്ടികൾ തന്നെ വളരെ സാവധാനത്തിലാണ് പോകുന്നത്. മൂടൽമഞ്ഞ് കാരണം 10 മീറ്റർ മുന്നിലുള്ളത് പോലും കാണാൻ കഴിയുന്നില്ല. പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, അശ്വിന് ആ മഞ്ഞിലൂടെ കൃത്യമായി വഴി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. തൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മഞ്ഞ് തനിയെ വഴി മാറിക്കൊടുക്കുന്നത് പോലെ. അശ്വിൻ, നീ സ്പീഡോമീറ്റർ നോക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് പിന്നിൽ നിന്ന് മന്ത്രിച്ചു. അശ്വിൻ നോക്കി. സ്പീഡോമീറ്ററിലെ സൂചി 0-ലാണ് കിടക്കുന്നത്. വണ്ടി ഇപ്പോൾ 60-70 വേഗതയിൽ പോകുന്നുണ്ട്. പക്ഷേ സൂചി അനങ്ങുന്നില്ല. വണ്ടി ഒരു സ്വപ്നത്തിലെന്ന പോലെ വായുവിൽ ഒഴുകി നീങ്ങുന്നത് പോലെ തോന്നി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞു. വഴിയിലുടനീളം താൻ നേരത്തെ കണ്ട ആ ചെറിയ ചെരുപ്പുകൾ കിടക്കുന്നത് അശ്വിൻ ശ്രദ്ധിച്ചു. ഇത്തവണ അവ കിലോമീറ്ററുകൾ ഇടവിട്ട് കൃത്യമായി വഴി കാണിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി അവന് തോന്നി. സാധാരണ 2 മണിക്കൂർ എടുക്കുന്ന യാത്ര ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുമോ എന്നവൻ ഭയന്നു. പെട്ടെന്ന് ബൈക്കിൻ്റെ പുറകിലെ മിററിൽ അശ്വിൻ ഒരു കാഴ്ച കണ്ടു. തൻ്റെ തോളിൽ സിദ്ധാർത്ഥ് തല ചായ്ച്ച് കിടക്കുകയാണ്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ തലയ്ക്കപ്പുറം മറ്റൊരു ചെറിയ മുഖം കൂടി കണ്ണാടിയിൽ തെളിഞ്ഞു വന്നു. മഞ്ഞിൽ കുതിർന്ന മുടിയുള്ള വെളുത്ത കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. അവൾ അശ്വിനെ നോക്കി ചിരിക്കുകയായിരുന്നു. അവൾ ഒരു വിരൽ തൻ്റെ ചുണ്ടിൽ വെച്ച് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. അശ്വിൻ ഞെട്ടി ബ്രേക്ക് ചവിട്ടാൻ നോക്കി. പക്ഷെ ബ്രേക്ക് പ്രവർത്തിക്കുന്നില്ല. വണ്ടി അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അശ്വിനെ, വണ്ടി നിർത്തരുത്,
സിദ്ധാർത്ഥ് പെട്ടെന്ന് അലറി. അവൻ പുറകിൽ വരുന്നുണ്ട്, പിന്നിലേക്ക് നോക്ക്. അശ്വിൻ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ റോഡിന്റെ വശങ്ങളിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഒരു വലിയ കറുത്ത നിഴൽ വണ്ടിക്കൊപ്പം ഓടുന്നത് അവൻ കണ്ടു. ആ രൂപത്തിന് മനുഷ്യന്റെ ആകൃതിയുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ചലനങ്ങൾ വന്യമൃഗത്തെ പോലെയായിരുന്നു. ഓരോ മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് അനായാസം ചാടുന്നു. അവർ ചുരംപാതയുടെ തുടക്കത്തിലെത്തി. പോത്തുണ്ടി ഡാമിന്റെ പരിസരം ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. അവിടെയുണ്ടായിരുന്ന ചെക്ക് പോസ്റ്റ് ലൈറ്റുകൾ അണഞ്ഞുകിടക്കുന്നു. അശ്വിൻ വണ്ടി ചുരം കയറ്റി തുടങ്ങി. ഒന്നാമത്തെ വളവിൽ വെച്ച് വണ്ടി വല്ലാതെ തെന്നി. ആ നിമിഷം വായുവിൽ ആ പഴയ ചന്ദനത്തിരിയുടെ മണം മാറി വല്ലാത്തൊരു ചീഞ്ഞ ഗന്ധം പടർന്നു. മൃതദേഹം കുഴിച്ചിട്ട മണ്ണിന്റെ മണം. അശ്വിനെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണുകൾ ആരോ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥ് കരയാൻ തുടങ്ങി. അശ്വിൻ തൻ്റെ ഒരു കൈ കൊണ്ട് സിദ്ധാർത്ഥിനെ മുറുകെ പിടിച്ചു. പേടിക്കേണ്ട സിദ്ധാർത്ഥ്, ഞാൻ പിടിച്ചിട്ടുണ്ട്. നമ്മളെത്താറായി. പക്ഷെ വണ്ടി മുന്നോട്ട് പോകുന്തോറും റോഡില്ലാതാകുന്നതായി അശ്വിന് തോന്നി. ടാർ ചെയ്ത റോഡിനു പകരം കാട്ടുചെടികൾ നിറഞ്ഞ ഒരു മൺപാതയാണ് മുന്നിൽ. അത് ആ പഴയ ലായത്തിനടുത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ചെക്ക് പോസ്റ്റ് കടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് വണ്ടി തനിയെ നിന്നു. എഞ്ചിൻ ഓഫായി. ചുറ്റും കനത്ത നിശബ്ദത. കാടിനുള്ളിൽ നിന്ന് ഒരു മോങ്ങിയുടെ കരച്ചിൽ പോലും കേൾക്കുന്നില്ല. അശ്വിൻ വണ്ടിയിൽ നിന്നിറങ്ങി. സിദ്ധാർത്ഥ് അപ്പോഴും കണ്ണുകൾ അടച്ച് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അശ്വിൻ തൻ്റെ ബാഗ് തുറന്നു. ആ അസ്ഥി കഷ്ണം പുറത്തെടുത്തു. ആ നിമിഷം മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു രൂപം സാവധാനം പുറത്തേക്ക് വന്നു. അത് വർക്കിയായിരുന്നു. പക്ഷേ ബംഗ്ലാവിൽ കണ്ട വർക്കിയല്ല അത്. അയാളുടെ ശരീരം വല്ലാതെ മെലിഞ്ഞുപോയിരുന്നു. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. നീ അത് തിരികെ കൊണ്ടുവന്നുവല്ലേ? വർക്കി ചോദിച്ചു. അയാളുടെ ശബ്ദം കാറ്റിൽ പ്രതിധ്വനിച്ചു. അശ്വിനൊന്നും മിണ്ടിയില്ല. അവൻ ആസ്തി കഷ്ണം വർക്കിക്ക് നേരെ നീട്ടി. ഇത് അവൾക്കുള്ളതല്ല, വർക്കി പതുക്കെ പറഞ്ഞു. ഇത് അവൾക്ക് കാവൽ നിൽക്കുന്നവനുള്ളതാണ്. അവനാണ് നിന്റെ കൂടെ വന്നത്. നീ അവൻ്റെ വിശ്രമം തടസ്സപ്പെടുത്തി. അശ്വിൻ തൻ്റെ പിന്നിലേക്ക് നോക്കി. ബൈക്കിൻ്റെ സീറ്റിലിരുന്ന സിദ്ധാർത്ഥിൻ്റെ നിഴൽ സാവധാനം മാറുന്നത് അവൻ കണ്ടു. ആ നിഴൽ സിദ്ധാർത്ഥിൽ നിന്ന് അടർന്നു മാറി ഒരു ഭീമാകാരമായ രൂപമായി വളരുകയാണ്. ആ രൂപത്തിന് മുഖമില്ലായിരുന്നു. ഓടിക്കോ അശ്വിൻ, വർക്കി വിളിച്ചു പറഞ്ഞു. അവനത് വാങ്ങാൻ വരികയാണ്. അശ്വിൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കാലുകൾ മണ്ണിൽ താഴ്ന്നു പോയിരുന്നു. ആ നിഴൽ രൂപം അവനടുത്തേക്ക് കൈ നീട്ടി. മരങ്ങൾക്കിടയിൽ നിന്ന് മീനാക്ഷിയുടെ ആ നേർത്ത ചിരി വീണ്ടും കേട്ടു. ഇത്തവണ അത് ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് ഒരു മുന്നറിയിപ്പായിരുന്നു. പെട്ടെന്ന് അശ്വിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ആ മഞ്ഞിലും ഭയത്തിലും അവൻ ഫോൺ എടുത്തു നോക്കി. സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. ഫോൺ എടുത്ത അശ്വിൻ കേട്ടത് അമ്മയുടെ കരച്ചിലായിരുന്നു. അശ്വിനെ, നീ എവിടെയാ? സിദ്ധാർത്ഥ് ഇവിടെ മുറിക്കുള്ളിലുണ്ട്. അവൻ വാതിൽ തുറക്കുന്നില്ല. നീ ആരെയും കൊണ്ടാണ് പോയത്? അശ്വിൻ സ്തംഭിച്ചുപോയി. അവൻ്റെ കാതുകളിൽ ഫോണിലൂടെ കേൾക്കുന്ന സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ നിലവിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ ബൈക്കിന് പിന്നിലിരിക്കുന്നത് സിദ്ധാർത്ഥ് അല്ലെങ്കിൽ പിന്നെ ആരാണ്? അവൻ പതുക്കെ കഴുത്ത് തിരിച്ചു. പിന്നിലിരുന്ന രൂപം സിദ്ധാർത്ഥിൻ്റേതായിരുന്നുവെങ്കിലും അതിൻ്റെ ചർമ്മം വിളറി വെളുത്ത് സിരകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ആ കണ്ണുകൾക്ക് കൃഷ്ണമണികളില്ലായിരുന്നു. പകരം ഒരു വെളുത്ത പാട മാത്രം. അശ്വിൻ വിറച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു. ബൈക്ക് മറിഞ്ഞു. ആ രൂപം വായുവിൽ അലിഞ്ഞു ചേരുന്നതുപോലെ അപ്രത്യക്ഷമായി. താൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് ആരെയും കൊണ്ടല്ല, വെറുമൊരു നിഴലിനെയാണെന്ന സത്യം അവനെ തളർത്തിക്കളഞ്ഞു. പക്ഷെ തൻ്റെ ബാഗിനുള്ളിലെ ആ അസ്ഥി കഷ്ണത്തിന് ഇപ്പോൾ അസഹനീയമായ ചൂടനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്ന വർക്കി, അല്ലെങ്കിൽ വർക്കിയുടെ ആ രൂപം സാവധാനം അടുത്തേക്ക് വന്നു. അശ്വിൻ, നീ വൈകിപ്പോയി, വർക്കി പറഞ്ഞു. അയാളുടെ ശബ്ദം കാറ്റിൽ അലിഞ്ഞില്ലാതാകുന്നതുപോലെ തോന്നി. നീ കൊണ്ടുവന്നത് സിദ്ധാർത്ഥിനെയല്ല, അവൻ്റെ ഭയത്തെയാണ്. ആ ഭയമാണ് അവനെ അവിടെ തളച്ചിട്ടിരിക്കുന്നത്. ഈ അസ്ഥി, ഇത് മീനാക്ഷിയുടേതല്ല. അശ്വിൻ ബാഗ് തുറന്ന് ആ അസ്ഥി കഷ്ണം നിലത്തേക്കിട്ടു. പിന്നെ ഇത് ആരുടേതാണ്? അവൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു.
ഇത് അവളുടെ കാവൽക്കാരൻ്റേതാണ്. ഈ തോട്ടത്തിൽ പണ്ടു കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ്റേത്. അവൻ അവളെ ആരും തൊടാതെ കാത്തു സംരക്ഷിക്കുന്നു. നീ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എടുത്തപ്പോൾ അവന് നിന്റെ കൂടെ വരാൻ ഒരു വഴി തുറന്നു കിട്ടി. പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നൊരു ഭീകരമായ ശബ്ദം കേട്ടു. മരങ്ങൾ പിഴുതെറിയപ്പെടുന്നത് പോലെയുള്ള ശബ്ദം. ആ വലിയ കറുത്ത നിഴൽ രൂപം സാവധാനം മരങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് വന്നു. അതിൻ്റെ സാന്നിധ്യത്തിൽ ചുറ്റുമുള്ള മഞ്ഞ് കറുത്ത നിറമായി മാറുന്നതുപോലെ അശ്വിന് തോന്നി. അതിൻ്റെ മുഖമില്ലാത്ത തലയിൽ നിന്ന് ഒരു ഗർജനം പുറപ്പെട്ടു. അശ്വിൻ മണ്ണിൽ വീണ് കിടക്കുന്ന അസ്ഥികഷ്ണമെടുത്ത് ആ പഴയ കല്ലറയുടെ ചുവട്ടിലേക്ക് ഓടി. ഓരോ ചൂട് വയ്ക്കുമ്പോഴും തറയിലെ മണ്ണ് അവൻ്റെ കാലുകളെ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. ആ നിഴൽ രൂപം അവനൊപ്പം എത്തി. അതിൻ്റെ നീളമുള്ള കൈകൾ അശ്വിൻ്റെ കഴുത്തിന് നേരെ നീണ്ടു. അശ്വിൻ കല്ലറയുടെ അരികിലെത്തി. മീനാക്ഷിയുടെ പേരുള്ള ആ കല്ലറയ്ക്ക് താഴെ മറ്റൊരു ചെറിയ കുഴി കൂടി ഉണ്ടായിരുന്നു. അവനത് മുമ്പത്തെ തവണ ശ്രദ്ധിച്ചിരുന്നില്ല. അശ്വിൻ ആ അസ്ഥികഷ്ണം ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് നിന്റേതാണ്, നീ എടുത്തോ, എന്നിട്ട് ഞങ്ങളെ വിട്ടുപോ, അശ്വിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നൊരു വലിയ കാറ്റടിച്ചു. മരങ്ങൾ ആടിയുലഞ്ഞു. ആ നിഴൽ രൂപം അസ്ഥികഷ്ണം വീണ കുഴിയിലേക്ക് അലിഞ്ഞു ചേരുന്നത് അശ്വിൻ കണ്ടു. അല്പം മുമ്പ് നഗരം വരെ വ്യാപിച്ചിരുന്ന ആ മഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ചുരുങ്ങി ആ കല്ലറയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. അശ്വിൻ തളർന്ന് നിലത്ത് വീണു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നപ്പോൾ ചുറ്റും പഴയ നെല്ലിയാമ്പതിയായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. മഞ്ഞില്ല, വർക്കിയില്ല, ആ ഭീകരമായ നിഴലില്ല. എല്ലാം സാധാരണ നിലയിലായിരുന്നു. അവൻ തൻ്റെ ഫോൺ നോക്കി. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അയച്ച മെസ്സേജ് ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് ബോധം വീണു. അവനിപ്പോൾ ഉറങ്ങുകയാണ്. നീ എവിടെയാണ്? അശ്വിൻ എഴുന്നേറ്റു. തൻ്റെ ബൈക്ക് റോഡിൽ മറിഞ്ഞു കിടക്കുന്നു. അവനത് നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തു. താഴേക്ക് പോകുന്ന വഴിയിൽ അവൻ വണ്ടി ഒരിടത്തും നിർത്തിയില്ല. നേരെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്കാണ് അവൻ പോയത്. സിദ്ധാർത്ഥ് തൻ്റെ മുറിയിൽ കട്ടിലിരിക്കുകയായിരുന്നു. അശ്വിനെ കണ്ടപ്പോൾ അവൻ പതുക്കെ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ പഴയ ആത്മബന്ധമുണ്ടായിരുന്നില്ല. നീ അത് തിരികെ കൊടുത്തോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അശ്വിൻ തലയാട്ടി. അവൻ സിദ്ധാർത്ഥിൻ്റെ അരികിലിരുന്നു. അശ്വിൻ, അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥ് പതുക്കെ മന്ത്രിച്ചു. നമ്മൾ കൊടുത്തത് അവൻ്റെ അസ്ഥിയാണെങ്കിലും നമ്മൾ കൊണ്ടുപോയ അവളുടെ ഒരു ഭാഗം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന്. അശ്വിൻ ഞെട്ടിപ്പോയി. അതെന്താ? സിദ്ധാർത്ഥ് തൻ്റെ കൈ ഉയർത്തി. അവൻ്റെ വിരലുകൾക്കിടയിൽ ഒരു ചെറിയ ചുവന്ന വളപ്പൊട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കളഞ്ഞാലും തിരിച്ചു വരും അശ്വിൻ. നമ്മൾ ആ മണ്ണിൽ കയറിയ നിമിഷം മുതൽ നമ്മളതിൻ്റെ ഭാഗമായി മാറി. ഇനിയൊരിക്കലും നമുക്ക് പൂർണ്ണമായും തിരിച്ചു വരാൻ കഴിയില്ല. അശ്വിൻ ഒന്നും പറഞ്ഞില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും ഇപ്പോൾ അധികം സംസാരിക്കാറില്ല. നെല്ലിയാമ്പതിയെക്കുറിച്ച് ആരും പരാമർശിക്കാറില്ല. പക്ഷേ ഇന്നും മഴയുള്ള രാത്രികളിൽ അശ്വിൻ്റെ മുറിയിൽ ആ പഴയ ചന്ദനത്തിരിയുടെ മണം വരാറുണ്ട്. തൻ്റെ ബൈക്കിൻ്റെ മിററിൽ നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പിന്നിലെ സീറ്റിൽ ഒരു ചെറിയ നിഴലിരിക്കുന്നത് അവൻ കാണാറുണ്ട്. അവനത് കാര്യമാക്കാറില്ല. കാരണം ആ രൂപം തന്നെ ഉപദ്രവിക്കാനല്ല, മറിച്ച് തൻ്റെ കൂടെ ഇരിക്കാനാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. നഗരത്തിലെ തിരക്കുകൾക്കിടയിലും ആധുനികമായ ജീവിതത്തിനിടയിലും തൻ്റെ ഉള്ളിലെ ഒരു ഭാഗം ഇപ്പോഴും നെല്ലിയാമ്പതിയിലെ ആ തണുത്ത മഞ്ഞിൽ ആ കല്ലറയ്ക്ക് കാവലിരിക്കുന്ന നിഴലിനൊപ്പം അലിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അശ്വിൻ തിരിച്ചറിഞ്ഞു. ചില യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.